അർദ്ധരാത്രി കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയായിരുന്നു. വീടുകളിലൊക്കെ വെളിച്ചമുണ്ട്, ആരും ഉറങ്ങിയിട്ടില്ല. നമ്മളതിന് കള്ളന്മാരല്ലല്ലോ. നേർക്ക് നേരെ ചോദിച്ചാൽ രേഖകൾ കിട്ടൂല എന്നുള്ളതുകൊണ്ട് ആഫീസിൽ കയറി അതെടുക്കുന്നു. പിന്നെ ഇറങ്ങാൻ ലേറ്റ് ആയാലേ രാവിലെ കടവോർക്കാനും വൈകും. ഓടിക്കോ. അങ്ങനെ അവിടെ കുഴിയോ വേണ്ട. ഇതാണ് ഓഫീസ് റൂം. കരുതണേ. പിടിച്ചോ. ഇങ്ങോട്ടിറങ്ങി മാഷേ, നിങ്ങൾ അവിടുത്തെ നിൽക്കുക. എനിക്കറിയാം നിങ്ങളെ റെക്കോർഡ് കുന്തൊക്കെ എവിടാന്ന്. ആ ടോർച്ച് ഇങ്ങോട്ട്. ഒരു വേവേ മറക്കുന്ന സമയം ഒരു പാടായി. പോയിക്കൊണ്ടിരിക്കുമല്ലേ. ഓടി വരണേ, സ്കൂളിൽ കള്ളം കയറിയേ. മാഷേ, നാട്ടുകാരെ ഓടി വരണേ, സ്കൂളിൽ കള്ളം കയറിയേ. നാട്ടുകാരെ സ്കൂളിൽ കള്ളം കയറി. നിങ്ങൾ എന്നിട്ടാണ് മാഷ പോണേ. വന്ന വരി മേലോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകേരി. ഓടി വരണേ, ഇതിനകത്തുണ്ട് കള്ളൻ. പാൽപ്പൊടി കക്കാൻ കയറിയതാ. അകത്ത് നോക്കാലോ. ചായക്കടയിലേക്ക് എന്താ ഗോകുലകൃഷ്ണൻ മാസ്റ്റർ ഇത്? അർദ്ധരാത്രി ആഫീസ് മുറി കൂടെ കയറി സ്കൂളിൽ മാഷായിട്ട് ചേരാൻ ശ്രമിക്കുകയായിരുന്നോ താൻ? സാറ് രക്ഷിക്കണം. ഞങ്ങൾ പാൽപ്പൊടി കേൾക്കാൻ വേണ്ടി കയറിയതല്ല. ഞാനവിടെ പഠിപ്പിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ഒരു തെളിവിന് വേണ്ടി. ഓഹോ, അതിനായിരുന്നോ ഈ ബണ്ടൻ ചായക്കടക്കാരനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചത്? 4 വർഷം മുമ്പത്തെ ഒരു 25,000 കണക്കും പറഞ്ഞ് എന്റെ 4 ലക്ഷം തട്ടിത്തെറിപ്പിക്കാൻ നോക്കി അല്ലേ? സീറ്റിന് ശ്രമിക്കണ്ട, പൊക്കോളൂന്ന് പലവട്ടം ഞാൻ അപേക്ഷിച്ചു, കേട്ടില്ല. ഇപ്പൊ എന്തായി? ഞാൻ വിചാരിച്ചാ പോലും നടക്കില്ല എന്നായില്ലേ? ഇപ്പൊ താനൊരു കള്ളനാ, മനസ്സിലായോ? ഒരു കുറ്റവാളിക്ക് അധ്യാപകന് ജോലി കൊടുക്കാൻ ഈ ലോകത്തുള്ള ഒരു കോടതിയും ആരെ നിർബന്ധിക്കില്ല. അങ്ങനെ എന്നേക്കുമായി തന്റെ ജോലി സ്വാഹ.
ഇരിക്കൂ. ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാൽ പ്രതികൾ ഓടിളക്കി ഓഫീസിനകത്ത് കയറാൻ സാക്ഷികളുണ്ട്. നാട്ടുകാർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഞാൻ എങ്ങനെ കേസെടുക്കാതിരിക്കും? ഞാൻ ഫോണിലെല്ലാം പറഞ്ഞല്ലോ. കേസ് ചാർജ് ചെയ്താൽ ഇയാൾക്ക് പിന്നെ സ്കൂളിൽ ചേരാൻ പറ്റില്ല. എന്തിനീ വിഡ്ഢിത്തം ചെയ്യാൻ പോയി? സ്കൂൾ മാനേജർ ഇയാളെ ചീറ്റ് ചെയ്യായിരുന്നല്ലോ. മറ്റൊരു വഴിയും ഇല്ലാതായപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പ്രതികൾക്ക് ഡിസോണസ്റ്റ് ഇന്റൻഷൻ, മോശവിചാരമില്ലെന്ന് ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞു. അതുകൊണ്ട് വെറുതെ വിട്ടു. അങ്ങനെയായാലോ? ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഇല്ലാത്ത ആൾ എന്തിനു ഓടിളക്കിനകത്ത് കയറാൻ പോയി? ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോളൂ. പ്രതികൾ റോഡിലൂടെ പോവുകയായിരുന്നു. സ്കൂളിന്റെ ഓഫീസിനകത്ത് നിന്ന് ആരോ നിലവിളിക്കുന്നത് പോലെ തോന്നി. ഓടിച്ചെന്ന് നോക്കിയപ്പോ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഓടിളക്കി അകത്ത് കിടക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് വന്നു. നിലവിളിക്കുന്നയാളെ രക്ഷിക്കുകയായിരുന്നു ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഇവർ കുറ്റവാളികളല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തോന്നിയ ഉപായമാണ്. യെസ്, എനിക്ക് മനസ്സിലായി. ആരാണ് ഈ വിദ്യ ഉപദേശിച്ചു തന്നത്? എങ്ങനെങ്കിലും രേഖകൾ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാ പിന്നെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. ആ ഇൻസ്പെക്ടർ നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. ഡി ഓഫീസ് പരിചയക്കാരുണ്ടല്ലേ? ഉവ്വ്. ആ വഴിക്ക് പേപ്പർ സംഘടിപ്പിക്കാൻ ശ്രമിച്ചൂടെ? ഈ മാനേജർ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ശരിക്കും പറഞ്ഞാൽ ഈ തിരക്കിനിടയിൽ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. വേറെ വഴിയില്ലാത്തോണ്ടാ. എന്തായി? 4 മാസം ശമ്പളം വാങ്ങിച്ചതിന്റെ പേപ്പേഴ്സ് കിട്ടി. വക്കീൽ കോടതിയിൽ പോകുന്നതിന് മുമ്പ് അയാളെ ചെന്ന് കാണാം. ആരുടെ പേര് കമ്പി അടിക്കും? പട്ടാളക്കാരൻ ക്ലീറ്റസിന്റെ പേരിൽ. അതെനിക്കറിയാം. കമ്പി അടിക്കുന്ന ആളാരാ? മാത്തുക്കുട്ടി. എന്റെ പേര് കമ്പി അടിച്ച പട്ടാളക്കാരൻ ക്ലീറ്റസ് വന്ന് എന്റെ ഇടത്തേക്കാൽ കൂടി തല്ലുപിടിക്കും. അതിനിപ്പോ അയാൾക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. കമ്പി കിട്ടുന്നോടെ ദേഷ്യം വന്നോളും. മറ്റൊരുത്തനെ തല്ലിക്കാനാണോ അലഹബാദിൽ നിന്ന് എന്നെ കമ്പി അടിച്ച് വരുത്തിയെന്ന് പറഞ്ഞായിരിക്കും അടുത്തിടി. ശകുണ്ണിയുടെ പേര് വെക്കാം. അത് വേണ്ട. എന്റെ പേര് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മാത്തുക്കുട്ടി, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലെ യാത്രക്കാരനാണ് ഞാൻ. ആ ഏഴിയുടെ മകളാണ് ഗോകുലകൃഷ്ണൻ മാഷെ സഹായിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഞാൻ അവനെ ക്രിമിനൽ കേസിൽ കൊടുക്കാൻ നോക്കി. ആ എസ് ഐ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ചെറ്റയായതുകൊണ്ട് അത് നടന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പേര് വെച്ച് കമ്പി അടിക്കുന്ന റിസ്കാ. അതെ, നമ്മളെന്തിനീ വളഞ്ഞ വഴി ആലോചിക്കുന്നേ? ആനി ടീച്ചറുടെ പേര് തന്നെ അടിക്കാം. ഐ ആം സീരിയസ്, എനിക്ക് സുഖമില്ല. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ആനി ടീച്ചർ. അതുപോലെ എന്ന് കമ്പി അടിച്ച ക്ലീറ്റസ് നാട്ടിലെത്തും. ആ, പക്ഷെ ടീച്ചർ കസവില്ലെന്ന് മനസ്സിലായും ചെയ്യും. എന്നാ പിന്നെ ഗോകുലകൃഷ്ണൻ മാഷ് എന്നെ വീണ്ടും ഉപദ്രവിക്കുന്നു, ഉടൻ വരൂ എന്നടിച്ചാലോ? അത് മതി. ആ. ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഏ? ഗോകുലകൃഷ്ണൻ മാസ്റ്റർ അറ്റാക്കിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. ഇതെന്ത് ഇംഗ്ലീഷാണ്? അയ്യേ, ഞാൻ ആ പോസ്റ്റ് മാസ്റ്റർ ചോദിച്ചോളാം. ശ്ശോ. അതെ, സീരിയസ്ലി അറ്റാക്കിംഗ് എന്ന് വെച്ചോ. കമ്പി ആകുമ്പോ സീരിയസ്ലി പതിവാ. സംഗതി കിട്ടിയ ഉടനെ പട്ടാളക്കാരൻ ഗ്ലീറ്റസ് പറഞ്ഞു നിർത്തണം. എന്റെ അമ്മ, എന്നെ കൊല്ലാൻ വരുന്നേ! നിക്കണേ. നിക്കാൻ. അയ്യോ, എന്നെ രക്ഷിക്കണേ! ആ പട്ടാളക്കാരൻ എന്നെ കൊല്ലാൻ വരുന്നേ! അയ്യോ, മാഷ് കടക്കാതെ തൊളിക്കാൻ സാധിച്ച മാഷ് അങ്ങോട്ട് രക്ഷപ്പെട്ടോ. എന്നെ കൊലക്ക് കൊടുക്കരുത് ഗഫൂർക്ക. മാഷ് ഇവിടെ നിന്ന് ക്ലീറ്റസിന്റെ കട പൊളിക്കും. ഞാൻ പിന്നെ എങ്ങോട്ട് പോകും? അയ്യോ, അങ്ങോട്ടാ മാഷെ, മാഷെ കൂട്ടിറങ്ങി. നിങ്ങളോടാ പറഞ്ഞു ഓടി രക്ഷപ്പെട്ടോളാൻ. അയ്യോ, ക്ലീറ്റസ്! നിക്കണവിടെ. छोड़ूंगा नहीं तुम्हें, मारेगा साला. निकल.
വന്ദേമാതരം ഗ്ലിറ്റർ സേവാനെ എന്ന് വന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? കള്ള ബദ്മാഷ് രക്ഷപ്പെട്ടു കളഞ്ഞു. ചോടും കനയും ഹൗസേ. നിങ്ങൾ അവന് സ്കൂളിൽ ജോലി കൊടുത്തോ? ആര്? ഞാനോ? ആ, ഞാനവനെ എന്റെ സ്കൂളിന്റെ പഠിക്കാതെ കേട്ടില്ല. ഈ പാകിസ്ഥാൻ സൈന്യം കാർഗിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറിയോ ക്ലീറ്റസേ? അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഞാൻ വന്നത്. ക്ലീറ്റസ് വന്നത് എന്തിനാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ ഗോകുലേഷൻ മാസ്റ്റർ ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ആന ടീച്ചർ കമ്പി അടിച്ചു, ക്ലീറ്റസ് വന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ക്ലീറ്റസേ. ഈ ആന ടീച്ചർ കമ്പി അടിച്ചു വരെ പറഞ്ഞ് ഗോകുലേഷൻ മാസ്റ്റർ ടീച്ചറുടെ കാല് പിടിച്ചു എന്നാ കേട്ടത്. ടീച്ചർ പാവല്ലേ ക്ലീറ്റസേ, പിഞ്ച് ഹൃദയം. ഗോകുലേഷൻ മാസ്റ്റർക്ക് മാപ്പ് കൊടുത്തു അത്രേ. അതുകൊണ്ട് ചിലപ്പോ ക്ലീറ്റസ് ചോദിച്ചാൽ കമ്പി അടിച്ച കാര്യം ആന ടീച്ചർ സമ്മതിച്ചില്ല എന്ന് വരും. പക്ഷെ ഞാൻ പറയുന്നു, ആ ഗോകുലേഷൻ മാസ്റ്റർ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ ക്ലീറ്റസിന്റെ കുടുംബം തകരും. 100 കിലോ ഭാരമുള്ള സാധനം എടുത്ത് എന്റെ തലയ്ക്ക് മുകളിൽ വെച്ച് തന്നിട്ട് അന്തം കൊന്തൂല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുണ്ടോ മനുഷ്യ? മാഫ് കറോ ഭായി. പിന്നെ അരെ ഭായി, ഇഞ്ഞിത് ചുമക്കാൻ എന്നെ കിട്ടില്ല. അരെ ദേഖോ, അരെ ഭായി, അരെ സുനോ. ഒന്ന് പോടോ അവന്റെ ഒരു ഹിന്ദി. സാരമില്ല ക്ലീറ്റസേ, നമ്മുടെ മാത്തുക്കുട്ടിയുടെ ജീപ്പ് വേറെ കിളങ്ങില്ലയോ?